ഹായ്, അപ്പോൾ നമ്മുടെ പുതിയ ലോഡിലുള്ള കുറച്ച് റോസ് വെറൈറ്റീസ് നമുക്ക് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് തന്നെ ഈ ഒരു റെഡ് പിനാക്കിയോ റോസാണ്. പൂക്കളുടെ രാജകുമാരി എന്നാണ് ഈ ഒരു റെഡ് പിനാക്കിയോ റോസ് അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള ചുമപ്പ് കളർ പൂക്കളാണ് കേട്ടോ വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. രണ്ടാമതായിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കരിഷ്മ റോസാണ്. പിന്നെയുള്ളത് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ഈ ഒരു 7 ഡേയ്സ് ആണ്. സാധാരണ നമ്മൾ യെല്ലോ 7 ഡേയ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന 7 ഡേയ്സ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിങ്ക് കളറിലുള്ള 7 ഡേയ്സ് ആണ് ഇത്തവണ നമ്മുടെ ലോഡിൽ വരുന്നത്. ഇതാണ് 7 ഡേയ്സിൻ്റെ പൂക്കളെന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ടാവും, നിറയെ പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. നാടനാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നാടൻ റോസുകളാണ്. അടുത്തതായിട്ടുള്ളത് എലിസബത്ത് റോസാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് എലിസബത്ത് എന്ന് പറയുന്നത്. പിങ്ക് കളർ പൂക്കളാണ്, തനി നാടനായിട്ടുള്ള റോസാണ്. തനി നാടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനിനീർ റോസാണ്. ഇത് നല്ല സ്മെല്ലും ഉണ്ട്, ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും, നമുക്ക് ലെസ് കെയറുമാണ്. നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ സാധാരണ ഇട്ട് കൊടുക്കുന്നത് പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് ഓറഞ്ച്, നാടൻ ഓറഞ്ചാണ്. നാടൻ ഓറഞ്ചിൻ്റെ ബഡ് ചെയ്ത തൈകൾ, അതായത് നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നാടനായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് കുറവാണ് കേട്ടോ. ഇത് വന്നിട്ട് ഫ്ലോറിബെൻഡ റിച്ച് റെഡ് ആണ്. നല്ല വെറൈറ്റിയാണ് കേട്ടോ ഫ്ലോറിബെൻഡ റിച്ച് റെഡ്. ഇംഗ്ലീഷ് റോസിനോടൊക്കെ സാമ്യമുള്ളൊരു വെറൈറ്റിയാണ്. കൊലകൊലയായിട്ട് ആ ഒരു ഇത്രയും പൂക്കൾ കാരണം ആ ഒരു ബ്രാഞ്ചിന് ഇങ്ങനെ നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും വലിപ്പമുണ്ട് പൂക്കൾക്ക്, അതുപോലെ വെയിറ്റും ആണ് കേട്ടോ. ഇത് മാംഗോ യെല്ലോ ആണ്. യെല്ലോ പിനാക്കിയോ എന്നൊരു പേര് കൂടെ ഉണ്ട്. യെല്ലോ പിനാക്കിയോ റോസാണ്. നിറയെ പൂക്കളുണ്ടാവും. ഇത് ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്, ചെറിയൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോഴത്തെ ഒരു ബ്രാഞ്ചിൽ തന്നെ 5 പൂക്കൾ 6 പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രാഞ്ചിലൊന്ന് നോക്കി എന്തോരം പൂക്കളാണെന്ന്. തൊട്ടടുത്ത് നിൽക്കുന്ന ബ്രാഞ്ചിൽ ഏകദേശം 4 മൊട്ടുകളും ഒരു ഫ്ലവറും ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് യെല്ലോ പിനാക്കിയോ. അടുത്തതായിട്ട് പല കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന പീസ് ആൻഡ് ലവ് റോസാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഒരു പൂ നോക്കുമ്പോൾ നല്ല മഞ്ഞ കളർ, ഒരു പൂ മഞ്ഞയും ഓറഞ്ചും, ഒരെണ്ണം വന്നിട്ട് ഡാർക്ക് ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച്, അങ്ങനെ പല ഷെയ്ഡുകളിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ് പീസ് ആൻഡ് ലവ് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത്. പീസ് ആൻഡ് ലവിൻ്റെ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ. പീസ് ആൻഡ് ലവ് എന്നാണ് ഐഡിയ വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കൊത്തുമഞ്ഞയാണ്. കൊത്തുമഞ്ഞ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും കേട്ടോ. കൊത്തുമഞ്ഞ എന്ന് പറയുന്ന റോസ് അടിപൊളി വെറൈറ്റി തന്നെയാണ്. നല്ലതുപോലെ ഫ്ലവറിങ് ആവും. ചെറിയ ഇതിൽ കളർ ചേഞ്ചിങ് ഇല്ല കേട്ടോ. ഈ ലാസ്റ്റ് വരെയും ഈ യെല്ലോ ഷെയ്ഡ് തന്നെയായിരിക്കും. ഇത് ഫ്ലോറിബെൻഡ ആപ്രിക്കോട്ട് റോസാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് റോസിനോടൊക്കെ സാമ്യമുള്ളൊരു വെറൈറ്റിയാണ്. അങ്ങനത്തെ റോസുകളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫ്ലോറിബെൻഡ റിച്ച് റെഡ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയും കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഏകദേശം നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് ഫ്ലോറിബെൻഡ റിച്ച് റെഡിൻ്റെത്. ഇതേ കണ്ടില്ലേ, എന്തോരം വലിപ്പമുള്ള പൂക്കളാണ്. അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചിലുള്ള പൂക്കളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 5 സ്റ്റാർ റോസാണ്. നമ്മുടെ 7 ഡേയ്സ് റോസിൻ്റെ ഇതളുകൾ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പേര് 5 സ്റ്റാർ എന്നാണ്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. ഇത് വന്നിട്ട് ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഞാനിട്ട നെയിമാണ് കേട്ടോ ഡയമണ്ട് പിങ്ക്. നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസൊക്കെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു റോസാണ്. വിരിയുന്ന സമയത്തും കൊഴിയുന്ന സമയത്തും ഉള്ള കളർ ഡിഫറൻസ് ആണ് കേട്ടോ. വിരിയുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡാണ്. കൊഴിയാൻ നേരം ആകുമ്പോഴത്തേക്കും ഈ ഒരു ഷെയ്ഡായിരിക്കും വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ റോസ്, അല്ലാന്നുണ്ടെങ്കിൽ മജറോ ഫെയർ എന്നാണ് ഈ ഒരു റോസിൻ്റെ ഐഡിയ വരുന്നത്. ഇതും നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും. പൂക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ റോസുകളിൽ. ഇത് ഫെയറി റെഡാണ്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കുള്ളൂ. ഏകദേശം ഒരു 7 പ്ലാന്റ്സിനകത്ത് മാത്രമേ ഫെയറി റോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫെയറി റോസിൽ, ഫെയറി റെഡ് അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ഓർക്കിഡ് റോസിൽ ഫ്ലവറിങ് ആവുന്നത് ഇതുപോലെയാണ് കേട്ടോ. ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സുലോഹി അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽ ക്രീപ്പറാണ്. നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ് ഡബിൾ പെറ്റൽ ക്രീപ്പർ. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്ന ഒരു ക്രീപ്പറാണ്. അടുത്തതായിട്ടുള്ളതും ഒരു ക്രീപ്പറാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന പൂക്കളാണ്. വിരിയുമ്പോൾ കുറച്ച് ഡാർക്ക് കളറിലും അത് കഴിയുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് പിങ്കിലോട്ട് മാറുന്നൊരു വെറൈറ്റിയാണ്. ഇതും നല്ലൊരു ക്രീപ്പർ റോസ് തന്നെയാണ് കേട്ടോ.
പിന്നെയുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബർത്ത്ഡേ പാർട്ടിയാണ്. നല്ല ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പിങ്ക് ഷെയ്ഡിൽ, പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. അടിപൊളി വെറൈറ്റി തന്നെയാണ്. ബർത്ത്ഡേ പാർട്ടി എന്നാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ ഐഡിയ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ബേബി പാരഡൈസ് എന്നാണ്. പിങ്കും ഒരു ഒരു സിൽവർ പോലത്തെ ഒരു കളറിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. പിന്നെ ഇതെനിക്ക് അറിയില്ല, ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ. ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ പിടിക്കും. അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ്